MLA ആന്റണി ജോൺ നടപ്പിലാക്കുന്ന വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ 4 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത്. ലൈറ്റുകളുടെ സ്വിച്ച് ഓൺ കർമ്മം MLA ആന്റണി ജോൺ നിർവഹിച്ചു. ആന്റണി ജോൺ MLA നടപ്പിലാക്കുന്ന വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി പിണ്ടിമന പഞ്ചായത്തിൽ 4 ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വേട്ടാമ്പാറ കടക്ക സിറ്റി, കുളങ്ങാട്ടുകുഴി ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, മാലിപ്പാറ ചർച്ച് ജംഗ്ഷൻ, അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്നീ 4 പ്രധാന ജംഗ്ഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ആന്റണി ജോൺ MLA അതാത് കേന്ദ്രങ്ങളിൽ നിർവഹിച്ചു. ഇവിടുത്തെ എല്ലാ ആളുകളും ഒത്തുകൂടിയിട്ടുണ്ട്. അതിന്റെ ഒരു വ്യക്തമായ കാരണം ഇത് നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ കോതമംഗലത്തിൻ്റെതായ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് വരുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഈ വെളിച്ചം പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചത്. ഞാൻ സൂചിപ്പിച്ചത് ഇപ്പോൾ ഈ വെളിച്ചം പദ്ധതിയിൽപ്പെടുത്തി മാത്രം നിരവധി ഹൈമാസ്റ്റ് ലൈറ്റുകൾ, ഏതാണ്ട് 200-ലേറെ ലൈറ്റുകൾ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പിണ്ടിമന പഞ്ചായത്തിലെ വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വേട്ടാമ്പാറ, കുളങ്ങാട്ടുകുഴി, മാലിപ്പാറ പ്രദേശങ്ങളിലെ വന്യമൃഗശല്യം കൊണ്ട് പ്രയാസപ്പെടുന്ന പ്രദേശവാസികൾക്ക് ഹൈമാസ്റ്റ് വെളിച്ചം ആശ്വാസമാകുമെന്നും അതോടൊപ്പം ഭൂതത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്കിലും ഓപ്പൺ ജിമ്മിലും ചിൽഡ്രൻസ് പാർക്കിലും അടിയോടി ജംഗ്ഷനിലും എത്തുന്ന സ്വദേശ വിദേശ സഞ്ചാരികൾക്കും വെളിച്ചം സഹായമാകുമെന്നും MLA പറഞ്ഞു. ഇതിനകം പഞ്ചായത്ത് പരിധിയിലെ മുത്തംകുഴി, ആയക്കാട്, പുലിമല ചർച്ച് ജംഗ്ഷൻ, അയിരൂർ പാടം പള്ളിക്കവല, ആയക്കാട് തൈക്കാവുംപടി എന്നീ പ്രധാന ജംഗ്ഷനുകളിൽ MLAയുടെ വെളിച്ചം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഹൈമാസ്റ്റ്, മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ്, പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സിബി പോൾ, TK കുമാരി, ജിൻസ് മാത്യു, SM അലിയാർ മാഷ്, ഫാദർ ജോഷി നിരപ്പേൽ, PM മുഹമ്മദ് അലി, ബിജു പി നായർ, MM ജോസഫ്, അജിലാൽ മീരാൻ, VK കുഞ്ഞ്, TS സതീഷ്, വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. ഇവിടെ ഒരു ലൈറ്റ് വരിക എന്നുള്ളത് അന്ധകാരത്തെ മാറ്റുന്ന ഒരു കാര്യമാണ്. അന്ധകാരത്തിൽ മാത്രമേ കൂടുതൽ തിന്മകൾ ഉണ്ടാവുകയുള്ളൂ. തിന്മകളിലാണ് സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ട്. നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും ഒന്നിച്ചുകൂടി. അതാണ് വേട്ടാമ്പാറയുടെയും കടക്കാ സിറ്റിയുടെയും ഒരു ഗുണം. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. 3.5 വർഷം മുൻപ് അവളുടെ ആഗ്രഹത്തിന് ഇതുപോലൊരു ലെറ്റർ ഞാൻ കൊടുത്തു. അന്ന് അവൾ എന്നെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചു. ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.